വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് താരമായ സിജോയുടെ കല്യാണ ദിവസം മറ്റൊരു കണ്ടസ്റ്റന്റായ നോറ സിജോയുടെ മുഖത്തേക്ക് കേക്ക് തേച്ചതും അതിനെപ്പറ്റി ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു അഭിപ്രായം പറഞ്ഞതുമെല്ലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നവരെയൊന്നും തനിക്ക് അറിയില്ലെന്നും തൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് ഇങ്ങനെ കേക്ക് തേച്ചതെങ്കിൽ പിന്നീട് ആ കേക്ക് തിന്നാൻ അവൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുമായിരുന്നു ദിയയുടെ പ്രതികരണം. ഇതിനെയാണ് ഇപ്പോൾ പലരും ഏറ്റെടുത്തിരിക്കുന്നത്. സിജോയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സായി കൃഷ്ണ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. ഹൈ ക്ലാസ് ലേഡിയായ ദിയയ്ക്ക് സാധാരണക്കാരായ ഞങ്ങളെ അറിയില്ലെന്നും പ്രിവിലേജുള്ള ഒരാളാണ് ദിയ, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ദിയയെപ്പറ്റി സായി തൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സായിയെ ഒരു വീഡിയോയിൽ കുള്ളനെന്ന് ഒരാൾ കളിയാക്കിയപ്പോൾ അതിന് ചിരിച്ചുകൊണ്ടുള്ള റിപ്ലൈ ദിയ നൽകിയിരുന്നു. ഭർത്താവിനെ കെയർ ചെയ്യുന്ന ഒരാളാണോ ഇങ്ങനെ മറ്റൊരാളുടെ ഭർത്താവിനെ കളിയാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് സായി തൻ്റെ വീഡിയോയിൽ ചോദിക്കുന്നത്. സായിക്ക് സപ്പോർട്ടുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോൾ ദിയ വീണ്ടും ഇതിനെപ്പറ്റി ഒരു ടോക്കുമായി തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വന്നിരിക്കുകയാണ്. ബിഗ് ബോസിലേക്ക് തന്നെ വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് മോഹൻലാലിനെ തനിക്ക് ഇഷ്ടമാണെന്നും എന്നാൽ ഇങ്ങോട്ടേക്ക് എത്ര ലക്ഷം രൂപ തന്നാലും താൻ അവിടെ കാലുകുത്തില്ലെന്നും ദിയ പറയുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ വെച്ച് തനിക്ക് അറിയാവുന്നത് പേളിയെയും ശ്രീനിഷയെയും മാത്രമാണെന്നും മറ്റൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെയും തനിക്ക് അറിയില്ലെന്നും ദിയ പറയുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്നും അതിനാൽ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും ദിയ പറയുന്നു. എന്നെ അറിയാത്ത കോടിക്കണക്കിന് ആളുകളാണ് ഈ ലോകത്തുള്ളത് എന്ന് പറഞ്ഞ് എനിക്ക് കരയാൻ പറ്റുമോ? സിജോയെയും സായിയെയും നോറയുമൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ദിയ ഈ ഉത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി നൽകുന്നത്. ആവശ്യമില്ലാത്ത വള്ളികളെന്തിനാ പിടിക്കുന്നത് എന്ന ചോദ്യത്തിന് കയറാണെന്ന് കരുതി പിടിച്ചത് കുരങ്ങൻ്റെ വാലായിരുന്നു എന്ന കളിയാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് ദിയ നൽകിയത്. തനിക്ക് ഒരു മാജിക്കൽ പവർ കിട്ടിയാൽ യൂട്യൂബ് സിഇഒയുടെ മൈൻഡിൽ കയറി മറ്റുള്ളവരുടെ കണ്ടന്റിനെ വീഡിയോ ആക്കി ഇടുന്നവരുടെ ചാനൽ ഉടനടി ഡിലീറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാക്കുമെന്നും ദിയ പറയുന്നു. ഇതെല്ലാം സായിക്കും മറ്റ് ദിയയെപ്പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റു പലർക്കും പരോക്ഷമായ രീതിയിലൂടെ മറുപടി കൊടുത്തതാണ് ദിയ.